ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പുതിയൊരു തരം ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു ഫിഷ് കറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. നല്ല തേങ്ങ അരച്ച ഫിഷ് കറിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് കറി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ട് ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ തക്കാളിക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടിടാം. ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലൊരു അടിപൊളിയായിട്ട് നിങ്ങളുടെ അടുത്ത് ഏത് ഫിഷാണോ ഉള്ളത് ആ ഒരു ഫിഷ് ഉപയോഗിച്ചിട്ട് നല്ല തേങ്ങ അരച്ച മീൻകറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് ഈ ഒരു ചട്ടിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഒരു മുറി തേങ്ങ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഫിഷ് കറിയുടെ തേങ്ങ എപ്പോഴും നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ ഫിഷ് കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു പിരിഞ്ഞത് പോലെയായിപ്പോൾ. അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു മൺചട്ടിയിൽ ഞാൻ പുളി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിനെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിതാ പിഴിഞ്ഞിട്ട് ഈ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് എന്താ പറയുക ഉടച്ചു കൊടുക്കണം. ഈ ഒരു തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം തക്കാളിക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെയാണ് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യരുത്. കൈ കൊണ്ട് തന്നെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. കൈകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അതവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു തേങ്ങ അരച്ച കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടീസ്പൂണോളം എരിവുള്ള മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിഷ് കറി തേങ്ങ അരച്ചിട്ട് തയ്യാറാക്കിയിട്ട് വെക്കുമ്പം എപ്പോഴും എരിവുള്ള മുളകാണ് നല്ലത്. കാശ്മീരി മുളകാകുമ്പോൾ തേങ്ങ അരച്ച കറിക്കൊരു റെഡ് കളറാണ് ഉണ്ടാകും. ഈ ഒരു മുളക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ തന്നെയാണ് കിട്ടാൻ. അങ്ങനെ ഞാൻ ഈ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഈ ഒരു പുളിയും മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളയില്ലേ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാലാണ് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഞങ്ങളെ വീട്ടിൽ വേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് മൺചട്ടി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ചട്ടി പെട്ടെന്നൊന്നും പൊട്ടിപ്പോകൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഇപ്പം ഗ്യാസുമ്മൽ തന്നെ പാചകം ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള ചട്ടി തന്നെയാണ് വിപണിയിലൊക്കെ എത്തുന്നത്. പിന്നെ ഈ ഒരു കയ്യിലില്ലേ അതും നല്ല തന്നെയാണ്. ചിരട്ടക്കയിൽ നമ്മൾ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇളക്കാനൊക്കെ നല്ല ചിരട്ടക്കയിൽ തന്നെയാണ്. അങ്ങനെ ഇതിപ്പോൾ ഈ ഒരു ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ അതിലേക്ക് ഞാനിത് അയിലയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഏത് തരം ഫിഷാണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ കറി തയ്യാറാക്കിയിട്ട് എടുക്കുക. പിന്നെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാതെ അതൊന്ന് അമ്മിക്കല്ലും, അതായത് അത് കറണ്ടൊക്കെ ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് അമ്മിമ്മന്ന് തന്നെ അരച്ചെടുക്കാനും നല്ല തന്നെയാണ്. ഇപ്പം എല്ലാവരും മിക്സി തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതാണ് പതിവ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഞങ്ങളെ കുടുംബത്തിലെല്ലാവരുടെ വീട്ടിലും അമ്മിക്കല്ല്, അതുപോലെ തന്നെ മൺചട്ടി, ഇതുപോലെ തന്നെ ചിരട്ടക്കയിൽ ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒലക്കയുണ്ട്. അതൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ട്. അങ്ങനെ ഇത് താളിച്ചെടുക്കാൻ വേണ്ടി, അതായത് ഈ ഒരു മീൻകറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഫിഷ് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ഞാനിതൊരു 8 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിൽ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല, ഉലുവയും കടുകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കുഞ്ഞുള്ളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊരു
ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതലായിട്ട് കരിഞ്ഞു പോകാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഒരു കുഞ്ഞുള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഒരു താളിപ്പ് ഞാൻ ഈ ഒരു ഫിഷ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷ് കറിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.